ഹലോ ഫ്രണ്ട്സ്, നമ്മളില്ലേ നല്ല നാടൻ പരിപ്പറി. പരിപ്പറി എന്നൊരു പുച്ഛിച്ചളയുന്നുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്, നല്ല സംഭവം. പരിപ്പ് കറി, നെയ്ച്ചോറ്, ഓംപ്ലേറ്റ് ഇന്നത്തെ ഡിന്നർ ഇതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതേ മസാല, ഇതേ കൂട്ട്, ഇതേ സ്റ്റൈലുകൾ ഈ പരിപ്പറി ഉണ്ടാക്കില്ല. നല്ല കിട്ടു പരിപ്പറി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇറ്റ്സ് അബ്ദുൽ മുനീർ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ? കാണിച്ചാലോ. നമ്മളിവിടെ കുക്കറിലാണ് പരിപ്പ് ഉപയോഗിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ അരക്കപ്പ് പരിപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒരു പകുതി ഉള്ളി, മീഡിയം സൈസ് പകുതി ഉള്ളി ചെറുതായി മുറിച്ചത്, പകുതി തക്കാളി ചെറുതായി മുറിച്ചത്, ഇനി അതിലോട്ട് 4 വെളുത്തുള്ളി അല്ലി ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് നടുകെ മുറിച്ചത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ 3 വിസിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെന്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പരിപ്പ് ശേഷം വെന്തോ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് താളിക്കണ്ടേ, അതിനുവേണ്ടി ആദ്യം മെയിൻ താളിക്കലാണ് നമ്മുടെ മെയിൻ ഐറ്റം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു. നന്നായി പൊട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇനി ഒരു പച്ചമുളക് നടുവ് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഗ്യാസ് ഓഫിലുള്ളത്. ഇനി മസാലകൾ നമ്മൾ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി വേവിക്കുക. പച്ചമണം പോകുന്നവരെ വേവിച്ച് കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് സ്പൂണാണ്, അതുകൊണ്ട് പതുക്കെ ഇളക്കേണ്ടി വരും. ഏകദേശം പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറുതായി മുറിച്ച മല്ലിച്ചപ്പും കൂടി ഒന്ന് അതിലിട്ട് കൊടുക്കുന്നു. ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നു. അത് മിക്സ് ആയതിനു ശേഷം നമുക്ക് നേരെ പരിപ്പ് ഇവിടെ കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ താളിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ താളിച്ചതിലാണ് നമ്മൾ മസാലകളൊക്കെ ഉള്ളത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഗ്യാസ് ഓണിലാണുള്ളത്. ഇനി ഓഫാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പരിപ്പ് കറി. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതേ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിനെ, അതിൻ്റെ കൂടെയാണ് ഈ പരിപ്പ് കറി കഴിക്കുന്നത്. ആ നെയ്ച്ചോറും ഒരു ഓംപ്ലേറ്റും, നല്ല മുളകളിലിട്ട ഓംപ്ലേറ്റിൻ്റെ കൂടെയാണ് നമ്മൾ പരിപ്പ് കറി. നോക്കിയാൽ മാഷാഅല്ലാ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് എടുത്തു നല്ല ആവി ഉറക്കുന്നു. ഇനി ഞാൻ പരിപ്പങ്ങ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി അങ്ങ് കിടക്കട്ടെ എന്നേ. വാവ്, ഇനി നമ്മളെ ഓംപ്ലേറ്റ് നല്ല ചില്ലി ഓംപ്ലേറ്റാണ്, മുളക് ഇട്ടിട്ടുള്ള ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഓംപ്ലേറ്റ്. അതും കൂടി ഇട്ട് മാഷാഅല്ലാ നല്ല കിടുക്കാച്ചി ഐറ്റമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കതിനെ കഴിച്ചു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല സിമ്പിൾ റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം.